ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അൺബോക്സ് ഹാബിറ്റ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാംസങ് ഗാലക്സി A23 ഡിസ്പ്ലേ റീപ്ലേസ്മെന്റ് ആണ്. അപ്പോൾ ഇത് നമ്മൾ ആ സ്റ്റെപ്പ് ഫുള്ളായിട്ട് കാണിക്കണില്ല, മെയിനായിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അത് കാണിക്കണുള്ളൂ. ബാക്കിയുള്ളതൊക്കെ കാണിച്ചാൽ ലോങ് ആയി പോകും. അപ്പോൾ ഇതാണ് ഏറ്റവും ബാക്കിലുള്ള ഒരു പാനൽ. ഇത് ഒരിക്കലും നമുക്ക് സ്ക്രൂ അഴിക്കാൻ പറ്റും, ബാക്ക് പാനൽ റിമൂവ് ചെയ്യാനുള്ള സ്ക്രൂ അഴിക്കാൻ പറ്റും. നമ്മളിപ്പോൾ ഓൾറെഡി സ്ക്രൂകളൊക്കെ അഴിച്ചെടുത്തേക്കാണ്. ഇനി ക്യാമറയുടെ അടിയിലും 2 സ്ക്രൂ ഉണ്ട്, അതും കൂടി നമുക്ക് അഴിച്ചെടുക്കണം. ഈ ക്യാമറയുടെ ഷീൽഡിന്റെ അടിയിൽ ബാക്കി എല്ലാ സ്ക്രൂകളും റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അഴിച്ചെടുക്കാം. ഇതാണ് ക്യാമറയുടെ ഈ ഗ്ലാസ് വരുന്നത്. ഇതിന്റെ അടിയിൽ 2 സ്ക്രൂകളും കൂടി ഉണ്ട്, അതും കൂടി അഴിച്ചാലാണ് നമുക്ക് ഈ ബാക്ക് പാനലിൽ ഊരാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അഴിച്ചെടുത്തു. ഇനി ബാക്ക് പാനലിൽ ഊരിയിട്ട് കാണിച്ചു തരാം. ഇതാണ് ഇതിന്റെ ബാക്ക് പാനൽ വരുന്നത്. ഈ പാനലിൽ തന്നെയാണ് ഇതിന്റെ ഈ ഫിംഗർ പ്രിന്റ് സെൻസറും പവർ ബട്ടണും കൊടുത്തിരിക്കുന്നത്. ഇതിനൊരു സ്ട്രിപ്പ് വന്നിട്ടുണ്ട്. ഇതിന്റെ അടിഭാഗത്തായിട്ട് നോക്കുകയാണെങ്കിൽ സ്പീക്കറും ഉണ്ട്, അതുപോലെ തന്നെ നെറ്റ്വർക്ക് ആന്റിനാസും ഉണ്ട്. മോൾ ഭാഗത്താണ് ഈ വൈഫൈ ബ്ലൂടൂത്ത് ആന്റിനയൊക്കെ വരുന്നത്. ഇതാണ് നമ്മുടെ ഫോൺ. ഇതിന്റെ ക്യാമറ ഒക്കെ നമ്മൾ ഓൾറെഡി ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സ്ട്രിപ്പ് 2 അഴിച്ചെടുക്കണം. CC ബോർഡിലും മെയിൻ ബോർഡിലുള്ള ഈ സ്ട്രിപ്പ് അഴിച്ചാലാണ് ഡിസ്പ്ലേ പുറത്തേക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഡിസ്പ്ലേ പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിന്റെ ഡിസ്പ്ലേ. സ്ട്രിപ്പ് നോക്കിയാൽ കാണാൻ പറ്റും. ഇനി നമുക്ക് ഈ പാനൽ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഈ ഡിസ്പ്ലേ മാറ്റി വെച്ചിട്ട് പാനൽ നോക്കുകയാണെങ്കിൽ ഇതിന്റെ സൈഡിലൊക്കെ ഈ ചില്ലിന്റെ പീസുകളൊക്കെ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ഗമ്മും ഉണ്ട്. ഈ ഗമ്മും ഇതൊക്കെ ക്ലീൻ ചെയ്ത് നമുക്ക് നീറ്റാക്കി എടുക്കണം. എന്നിട്ട് നമുക്ക് പുതിയ ഡിസ്പ്ലേ വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്കിത് ക്ലീൻ ആക്കാം. ഇപ്പൊ നല്ല ക്ലീൻ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് പുതിയ ഡിസ്പ്ലേ വെച്ച് നോക്കണം. അതിന് മുമ്പ് ഞാൻ ഡിസ്പ്ലേ ഒന്ന് കാണിച്ചു തരാം. നമ്മൾ വെക്കണത് ഒറിജിനൽ ഡിസ്പ്ലേ ഒന്നല്ല, സർവീസ് സെന്ററിൽ പോകേണ്ടി വരും. ഇപ്പൊ നമ്മളിപ്പോ റേറ്റ് കുറവിന് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഡിസ്പ്ലേ ആണ് വെക്കണത്. അത്യാവശ്യം ക്ലാരിറ്റി ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ വെച്ച് ചെക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇത് നമ്മൾ ഓൾറെഡി ചെക്ക് ചെയ്ത് നോക്കി. ഈ CC ബോർഡിലെ ഫങ്ഷൻസും ടച്ചും ക്ലാരിറ്റി ഒക്കെ അത്യാവശ്യം ഓക്കെയാണ്. നമുക്കിനി ഇത് സെറ്റ് ചെയ്യണം. ഇപ്പോൾ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫുൾ പക്ക എല്ലാം നീറ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്കിതൊന്ന് സെറ്റായതിനു ശേഷം റബ്ബർ ബാൻഡൊക്കെ ഊരി പഴയ പോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇതുപോലെ എളുപ്പത്തിന് നമുക്ക് ഡിസ്പ്ലേ മാറാൻ പറ്റും. ഇതിന് പിന്നെ പ്രോക്സിമിറ്റി സെൻസറും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് വേറെ ഒന്നും ശ്രദ്ധിക്കാനില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.